ഹായ് ഗൈസ്, നമ്മളപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ടെമ്പിൾ വിസിറ്റ് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, അതാ ഗൈസ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് റിസപ്ഷനൊക്കെ നടന്ന ഹോള്. നോക്കട്ടെ, ഇങ്ങോട്ടേക്കനായി. നമ്മൾ വെറുതെ ഒന്ന് അടുത്തുള്ളൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ മുകളിലൊരുന്ന് പോയി കണ്ടിട്ട് വരാം. കേരളപ്പഴനി എന്ന് പറയും. നടക്കാണ്. എന്തായാലൊക്കെ പോകണം, എന്തായാലൊക്കെ ഭക്ഷണം കഴിക്കണം. ഇഷ്ടം ചെറുതായിട്ട് ഗൈസ്, അപ്പം നമ്മൾ അടുത്തത് കേരളപ്പഴനി കൊണ്ടുപോകാമെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞേക്കണേ അല്ലേ? അതെ, നടന്ന് കയറണ്ട, വണ്ടി കൊണ്ടുപോകാം. ഓ, അപ്പം ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലല്ലേ സ്ഥലം. ഞാൻ ശരിക്കും അത് ഇൻസ്റ്റ വഴിയാണ് ഞാൻ അങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് അല്ലേ? അല്ലേ, ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലാണ്. അതെ, അപ്പോൾ പോയി നോക്കാം ഗൈസ്. ഗൈസ്, ഇതാണ് കേരളപ്പഴനി എന്നുള്ള വ്യൂ. ഗൈസ്, ഞങ്ങൾക്ക് കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് വഴിയൊന്നും കയറിയില്ല. നേരെ മരയുടെ മുകളിലോട്ട് വണ്ടിക്ക് വന്നു അല്ലേ? അപ്പോൾ കാറ്റടിച്ച് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിരിക്കുക. നമുക്ക് അമ്പലത്തിലോട്ട് പോവാം ഗൈസ്. അപ്പം നമുക്ക് തൊഴാൻ പോവാം. ഇതാണ് സ്റ്റെപ്പ് വഴി, ഇതിലേക്ക് കയറി വരണം. ഞാൻ മുടിയൊക്കെ നല്ല സൂപ്പർ കാറ്റ്, മലയുടെ മേളിലാണ് നല്ല കാറ്റ്, നല്ല രസമുണ്ട്. വർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് കുറേ നാളുകളെടുത്ത് ചെയ്ത സെറ്റ് വർക്കാണ് ഗൈസ്. അടിപൊളിയാണല്ലേ? അല്ല, ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള അമ്പലമാണിത് അല്ലേ? ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ അമ്പലം കണ്ടിട്ടില്ലല്ലോ. പണ്ടിങ്ങനെ ആയതല്ലേ, ഇപ്പോഴാണ് ഈ വർക്ക് വന്നത്.
ഗൈസ് അപ്പോൾ പുറത്ത് നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം അങ്ങനെ നമ്മുടെ മോർണിംഗ് ടെമ്പിൾ സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം. വിശക്കുന്നുണ്ടെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്ന് വീട്ടിൽ എൻജോയ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ മോർണിംഗ് ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. വിശന്നിട്ട് പാടില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം വൈകിട്ടായിരിക്കും ഇവിടെ പോവുകയാണെങ്കിൽ. അപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരുമിച്ചുള്ള ടെമ്പിൾ വിസിറ്റാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത് അമ്പലത്തിൽ പോകാൻ. ഇതിനു മുമ്പ് നമ്മൾ വടക്കുന്നാഥനിൽ ഒന്ന് പോയി. അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് പോയതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പോയതാണ്. അപ്പം ഇനിയിപ്പം ഇപ്പം 2 അമ്പലങ്ങളിലൊന്ന് പോയി. ഇനി അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ വൈകുന്നേരം പോകാമെന്നുള്ളതിലാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ രാവിലത്തെ അമ്പലത്തിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ സന്ധ്യയായി. സന്ധ്യയ്ക്ക് നമ്മൾ വടക്കുന്നാഥനൊക്കെ പോയാലോ? ഉള്ളിൽ കയറില്ല, ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ചായ കുടിച്ച് വടക്കുന്നാഥനൊക്കെ പോയി അങ്ങനെ വരാനുള്ളൊരു പരിപാടി. ഓക്കെ, തൊഴാൻ പോണതല്ല. ഗൈസ് നമ്മൾ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണം. കണ്ടിട്ട് കപ്പലണ്ടി വാങ്ങിച്ചു. ഭയങ്കര റൊമാൻറ്റിക്. അതെ, ഭയങ്കര റൊമാൻറ്റിക്. കപ്പലണ്ടി കഴിച്ചുകൊണ്ട് വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. ഇനി നമ്മൾ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ പോലെ ഉണ്ട്. ഗൈസ് എവിടെ പോടാ. ഗൈസ് ഇവിടെ അപ്പന്മാരൊക്കെ ഒന്ന് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. മഞ്ഞ വഴിക്ക് ചീട്ട് കളിക്കുന്നു, ചെസ്സ് കളിക്കുന്നു. ഭയങ്കര രസമാണ് ഗൈസ് ഇവിടെ. നൈറ്റ് വൈബ് അല്ലേ അമ്പലം. മസാല കപ്പലം ഗൈസ്. അപ്പം നമ്മൾ വടക്കുന്നാഥനിൽ നിന്ന് ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ വഴി അറിയും അല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളിപ്പോൾ വടക്കുന്നാഥനിലെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ടീക്കടയിലൊരു 2 ചായ കുടിക്കാൻ പോകാം. ഗൈസ് നമുക്ക് ചായയും മധുരയും ബട്ടർ ബണ്ണുമാണ് കഴിക്കുക. ഇനി നമുക്ക് കഴിക്കാം ഗൈസ്. ബട്ടർ എടുക്കാൻ പോയി 2 നല്ല ടേസ്റ്റ് ഉണ്ട്. നീ നല്ല തന്നത് നീ കൂടുതൽ സൂപ്പർ ഗൈസ്, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയണം. നമ്മൾ ചായ കുടിച്ചു, ബട്ടർ ബൺ കഴിച്ചു, അമ്പലത്തിലൊക്കെ പോയി.
Looks sad.